നിങ്ങൾ അറിഞ്ഞു കാണുന്ന വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ 9 അംഗ ഓൾ പാർട്ടി ഡെലിഗേറ്റ്സ് പാർലമെന്ററി കമ്മിറ്റി അവർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ ധരിപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്. ഏകദേശം 3ഓളം ദിവസം ഈ ടീം ന്യൂയോർക്കിൽ വെയിറ്റ് ചെയ്തു അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് സംസാരിക്കാൻ. ടോപ്പ് ലെവൽ ഡിപ്ലോമാറ്റ്സ്, അതായത് മാർക്ക് റൂബിയോ, അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി, ജാക്ക് സളിവൻ, അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതേപോലെ മറ്റുള്ള ടോപ്പ് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ്, ഇന്ത്യക്കാരായിട്ടുള്ളവർ, ഇന്ത്യൻ വംശജരായിട്ടുള്ളവർ. നിങ്ങൾക്കറിയാം, ഏകദേശം 3-4 പേര് വളരെ കീ പൊസിഷനിലുണ്ട്. ജസ്റ്റിസും ഹോം ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റ്, CIA തലവൻ, അങ്ങനെയുള്ള പല പോസ്റ്റുകളിലുണ്ട്. വളരെ ദുഃഖത്തോടുകൂടി പറയുക, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ ഇഗ്നോർ ചെയ്തു. ഒരു അപ്പോയിൻമെൻറ്റ് പോലും കൊടുത്തില്ല. പലപ്പോഴും ഫോണിൽ റിപ്ലൈ പോലും കൊടുത്തില്ല. എനിക്കറിയത്തില്ല എത്ര ഇന്ത്യൻ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ മീഡിയ പോലും ഇതുപോലെ ചെറിയൊരു വാർത്ത, വളരെ 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 ചെറിയ പോക്കറ്റ് വാർത്ത എന്ന് പറഞ്ഞ പോലെ രീതിയിൽ അതും തള്ളിക്കളഞ്ഞു. എന്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത്രമാത്രം പ്രകോപനം ഇന്ത്യയോട് കാണിക്കാനുണ്ടായ സംഭവം? പെട്ടെന്ന് അതിൻ്റെ ഡാമേജ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കയിൽ പോയിരിക്കുകയാണ്. കാരണം സംഭവം അതിരൂക്ഷമാണ് സംഭവം. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പാർലമെന്ററി ഡെലിഗേറ്റ്സ് അമേരിക്ക സന്ദർശിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 50 വർഷം എടുത്തു കഴിഞ്ഞാൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്ക്, ചരിത്രം എടുത്തു നോക്ക്. ആ രീതിയിലാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഡെലിഗേറ്റ്സ്, അതായത് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് പോകുന്ന ഓൾ പാർട്ടി ഡെലിഗേറ്റ്സിനെ ഇഗ്നോർ ചെയ്തു. 3 ദിവസം താമസിച്ചിട്ട് അപ്പോയിൻമെന്റ് കൊടുത്തില്ല. ആരും മീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. ഇന്ത്യൻ വംശജരായിട്ടുള്ളവർ പോലും ഫോൺ എടുത്തില്ല. ഇതൊക്കെ അമേരിക്കൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നേരെ മറിച്ച് പാകിസ്ഥാനിൽ നിന്ന് പോയ ഡെലിഗേറ്റ്സിനെ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് മീറ്റ് ചെയ്തു. അവർ സംസാരിച്ചു. അതിനുശേഷം അവരുമായിട്ടുള്ള ട്രേഡിൻ്റെ ഡിസ്കഷൻ നടത്തി ഏകദേശ ധാരണയായി. മനസ്സിലായി? പാകിസ്ഥാൻകാരെ അവർ മീറ്റ് ചെയ്തു. ഇന്ത്യക്കാരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ രീതിയിലാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഇത്രമാത്രം പ്രശ്നം, അതായത് ലോകത്ത് ഡെലിഗേറ്റ്സിൻ്റെ പാർട്ടായിട്ട് പോകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ശശി തരൂർ വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഫോർമർ ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോകുമ്പോൾ ഈ രീതിയിലുള്ള അവഗണന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് അപ്പുറത്തെ പാകിസ്ഥാനെ എൻ്റർടൈൻ ചെയ്തു. ഇപ്പം ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല അമേരിക്ക. അതായത് ഒരു അമേരിക്കൻ വിസ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം മറക്കുന്നതല്ല ഇതൊന്നും. അങ്ങനല്ല ഇത്. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യമുണ്ട്. കാരണം അമേരിക്കയുടെ താല്പര്യം അനുസരിച്ചാണ് സീസ് ഫയർ ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യ പറഞ്ഞിട്ടും പാകിസ്ഥാൻ പറഞ്ഞിട്ടും സീസ് ഫയർ ഉണ്ടാക്കിയ അമേരിക്കൻ സംഭവം ഇന്ത്യൻ പൊളിറ്റീഷ്യൻസും ഇന്ത്യൻ അവിടെ പ്രശ്നമുണ്ടായി. ഇന്ത്യൻ മീഡിയ വളരെ മോശമായിട്ട് അമേരിക്കയെ മാറ്റി നിർത്തി അവഹേളിച്ചു. ഇതൊക്കെയാണ് അവരുടെ ഇഷ്യൂ. ഈ ട്രംപ് എന്ന് പറയുന്ന ആ സാധനം എന്തിനൊന്നും ഈ പറയുന്ന പോലെ വിസ്മരിക്കുന്ന ആളൊന്നുമല്ല. ഇന്നും ഇപ്പോഴും ബൈഡനെതിരെ ഒബാമയ്ക്കെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അതിൻ്റെ പേരിലാണ് ഡാമേജ് കൺട്രോൾ എക്സർസൈസിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിക്രം മിശ്രി അവിടെ പോയിട്ട് സംസാരിക്കാൻ പോയേക്കുവാണ്. കാരണം അല്പം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ മോദി ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിന് ശരിക്കും വിള്ളലുണ്ടായി. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഗുഡ് ബൈ ടു ഇന്ത്യ ട്രംപ്. ആ രീതിയിലോട്ട് പോവുകയാണ്. കാര്യങ്ങൾ പിടികിട്ടുന്നതിൻ്റെ അപ്പുറത്തോട്ട് മാറി കാര്യങ്ങൾ. അതാണ് അതിൻ്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് വരും. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വളരെ നിശബ്ദമായിട്ടിരിക്കുന്നത്. കാരണം ഇത് വല്ലാത്ത പ്രകോപനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിവിടെ പോയി ഗയനയിൽ പോയി, പനാമയിൽ പോയി,
ഇതൊന്നുമല്ല ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. ജനാധിപത്യ രാജ്യങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ ഡെലിഗേഷൻസിനെ പിന്തുണച്ച് ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റിസ് ആണ്, ഫാൽഗാമിനെതിരെ നമ്മളത് കാണിച്ചത്, ഇന്ത്യക്ക് റിട്ടാലിയേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ നോക്ക്. എത്ര രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എൻ്റെ ചോദ്യമാണ്, എത്ര രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? അതാണ് ഇവരെല്ലാം അമേരിക്കൻ സ്റ്റാൻഡിലേ നിൽക്കുകയുള്ളൂ. എല്ലാവരും പറഞ്ഞ ഡി എസ്കലേഷനെ പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേരും റെസ്ട്രെയിൻറ്റ്, മിതത്വം പാലിക്കുക, ബഹളം ഉണ്ടാക്കരുത്, മാറുക, ഇതേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് വോക്കലി പബ്ലിക്കിലെ എല്ലാം, ഇസ്രായേൽ. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇവരൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാവരും ടെററിസത്തിനെതിരെ പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറുമായ വിഷയത്തിൽ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ സ്റ്റാൻഡിലോട്ട് പോയി. ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കേണ്ടത്. നമുക്ക് എവിടെയൊക്കെയാണ് ഇൻ്റർനാഷണലി ജിയോ പൊളിറ്റിക്സിൽ നമ്മുടെ പ്രാധാന്യം, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മളെടുത്ത, നേരത്തെ ഉണ്ടാ പ്രാധാന്യം, ഇത് മുഴുവനും നമ്മൾ ഈ പറയുമ്പോൾ ഫ്രണ്ടാണ്, അതാണ്, ഇതൊന്നും അല്ല സംഭവം. റഫേൽ വിമാനം മേടിച്ച ഫ്രാൻസ് പോലും വളരെ സൂക്ഷിച്ചാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ജർമ്മനിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ടെററിസത്തിനെതിരെയാണ്. അല്ലാതെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയല്ല അവർ പറയുന്നത്. ഇതൊക്കെ തെറ്റായ മീഡിയ സംഭവങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ശരിക്കും അവിടുത്തെ മീഡിയ എന്താ പറഞ്ഞത്? ശരിക്കും ജർമ്മനിയാണെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും പലയിടത്തും എന്താ പറഞ്ഞത്? അവരെല്ലാം ടെററിസം ആണ്. ഈ രാജ്യങ്ങളെല്ലാം ടെററിസം അതിനെ ചലഞ്ച് ഉൾക്കൊള്ളുന്നവരാണ്. അവർക്ക് പ്രശ്നങ്ങൾ അറിയാം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഈ പറയുന്ന ആളുകളൊന്നും, ഒരു രാജ്യങ്ങളും, ജനാധിപത്യ രാജ്യങ്ങൾ, ഞാൻ പറയുന്നതിൻ്റെ മീനിങ് വ്യത്യാസം മാറരുത്, എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകളൊന്നും തന്നെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇവർ പറയുന്ന പല കാര്യങ്ങളും ഡിപ്ലോമാറ്റിക്കലി സംസാരിക്കാം, അല്ലാതെ ഈ പറയുന്ന ഗ്ലോബൽ പിന്തുണയൊന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് അമേരിക്കയുടെ ആ സംഭവം. ആലോചിച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ബനാന റിപ്പബ്ലിക് ഒന്നുമല്ല. ഇവിടുത്തെ ഒരു ഡെലിഗേഷൻ ഇത്രമാത്രം, ഏകദേശം 9ഓളം പേര് ന്യൂയോർക്കിൽ പോയി വാഷിങ്ടണിൽ പോയി അവർ 3 ദിവസം വെയിറ്റ് ചെയ്യുവാണ്. അവിടുത്തെ ഒരു ഒഫീഷ്യൽ, അതായത് കീ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഇന്ത്യക്കാരെ കാണാൻ തയ്യാറാകുന്നില്ല. പിന്നെ എന്താ ഇന്ത്യ ചെയ്തത്? ഇന്ത്യൻ ഡെലിഗേറ്റ് എന്താ ചെയ്തത്? അപ്പം അവിടെയുള്ള ഡയസ്ഫോറ, അതായത് ഇന്ത്യക്കാരുടെ ആ കൂട്ടായ്മ, അവരോട് സംസാരിക്കുന്നു. അവിടുത്തെ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞ പല ഇന്ത്യക്കാരായിട്ടുള്ള അവിടുത്തെ പത്രങ്ങളിലൊക്കെ കോളം എഴുതുന്നവർ, ഈ കോളം എഴുതുന്നവർ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് ഇപ്പോൾ എഴുതുന്നത്, പേടിച്ച് എഴുതുന്നത്. ആ രീതിയിലായി. കാരണം അത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെ നിലനിൽപ്പെന്നുള്ള രീതിയിലായി. ഇതാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും ഈ രാജ്യങ്ങൾ, നമ്മൾ ഹെൻറി കിസിഞ്ചർ, അതായത് റോബർട്ട് ഗേറ്റ്സ്, ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഇതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന്. അതായത് ജിയോ പൊളിറ്റിക്കലി ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൂപ്പർ പവറായിട്ട് കയറി വരുമായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പം അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രണ്ടാമത് കാണുന്ന ഒരു ഗ്ലോബൽ ലീഡർ എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ, ആ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം പറഞ്ഞയച്ചൊരു ടീമിനെ, ട്രംപിൻ്റെ കാര്യം പോകട്ടെ, അവിടെയുള്ള മറ്റുള്ള ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, ഇന്ത്യ ഇവിടുത്തെ പത്രങ്ങളൊക്കെ എഴുതി, ഗവാർ ഭയങ്കര സനാതനിയാണ്, ഹിന്ദുവാണ്, കേഷ് പട്ടേലിനെ പറ്റി എഴുതി, CAA തലവൻ. ആ സമയത്ത് ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു. കാര്യം എന്താ? കാരണം എനിക്കറിയാം ഇവർക്കൊക്കെ അമേരിക്കൻ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ഇന്ത്യൻ ഒറിജിനാണ്. എത്രമാത്രം ഗുജറാത്തി ലീഡേഴ്സ് ഉണ്ട് ഇന്ത്യ അമേരിക്ക ഹിന്ദു അസോസിയേഷനിലാണെങ്കിലും, ഷിക്കാഗോ ഹിന്ദു കോൺഫറൻസിലാണെങ്കിലും ഇവരൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്തവരാണ് കഴിഞ്ഞ പ്രാവശ്യം. അവരെന്താ പൂർണ്ണമായിട്ട് സൈലൻ്റായി പോയത്? ചോദ്യമാണ്. കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റിനെതിരാണ്. ഇതേ ഉള്ളൂ സംഭവം. അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ, നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവർ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ ഒറിജിനാണ്, ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ധാരണ അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ബൈഡൻ ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ആര് ഭരിച്ചാലും
ഇവരെല്ലാം അമേരിക്കൻ ഇൻട്രസ്റ്റിൻ്റെ ആൾക്കാരാണ്. അത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞത്, ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് മൈൻഡ് സെറ്റ്. അമേരിക്കൻ ഡ്രീം, ഒരു അമേരിക്കൻ വിസ കിട്ടുകഴിഞ്ഞ് ഇതെല്ലാം അങ്ങ് മറന്നുപോകും. പിന്നെ ഒരു അമേരിക്കക്കാരനായി, പിന്നെ ഇന്ത്യക്കാരനല്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന പരിപാടികളൊക്കെ ഉള്ളൂ. നിങ്ങൾ യാഥാർത്ഥ്യം ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ ഇത്രമാത്രം അവഹേളിച്ചു ഇപ്രാവശ്യം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അതിനെ പിന്നെയും ഡാമേജ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് വിക്രം മിശ്രയെ വിട്ടിരിക്കുന്നു. കാരണം ഇത് ഡാമേജ് ഉണ്ടാക്കി. കാരണം ട്രേഡിൻ്റെ ടോക്ക് ജൂണിൽ അമേരിക്കൻ ടാരിഫ് ആൻഡ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വരാൻ പോവുകയാണ്. പിന്നെ പലതും അതുപോലും ഡീറെയിലായി. അത് ആ ഡിസ്കഷൻ പോലും ഫർദർ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അറിയുന്നത്. അതായത് അമേരിക്ക പഴയ ട്രംപിൻ്റെ സ്വഭാവം മാറി മോദിയോട്. കാരണം അമേരിക്കയെ അവഹേളിച്ചു. ഇതാണ് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ ആൾക്കാർ പറയുന്നത്, പോളിസി മേക്കേഴ്സ് പറയുന്നത്. കാരണം എത്രമാത്രം ട്രംപ് മോദിയെ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യയെ സാമ്പത്തികമായിട്ടും അതേ മാനുഫാക്ചറിങ് ഹബ്ബൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകാൻ വേണ്ടി ട്രംപിൻ്റെ അനുകൂലമായ നിലപാട്. അതിന് തിരിച്ച് മോദിയും ഗവൺമെൻറ്റും ഇന്ത്യക്കാരും കൊടുത്ത് തിരിച്ച് നെഗറ്റീവ് അപ്രോച്ചാണ്. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. ഇതവിടുത്തെ പല ഒപ്പീനിയൻ മേക്കേഴ്സ്, അവിടുത്തെ വാഷിങ്ടൺ പോസ്റ്റ് ആണെങ്കിലും മറ്റുള്ള പത്രങ്ങളിലാണെങ്കിലും പൊളിറ്റിക്കോ പത്രത്തിലാണെങ്കിലും അവിടെ ന്യൂയോർക്ക് ടൈംസിലാണെങ്കിലും ലോസ് ഏഞ്ചലസ് ടൈംസിലൊക്കെ കോളം ഇടുന്ന ഇത് വായിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും എന്താണ് ഇവിടുത്തെ ഇഷ്യൂ. അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം മോദി ഗവൺമെൻറ് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും മറ്റുള്ള ഒപ്പീനിയൻ മേക്കേഴ്സും മീഡിയയും അതായത് ട്രംപിനെതിരായിട്ട് നിന്നു. ഇതാണ് അവരുടെ ഇഷ്യൂ. ഇതാണ് അവർ പ്രത്യക്ഷത്തിൽ പറയുന്നത്. അതായത് ചില പത്രങ്ങൾ പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടാണ് ഇതേപോലൊരു സീസ് ഫയർ അമേരിക്ക ഇടപെട്ട് ആക്കി. അപ്പോൾ അതിനൊരു കോട്ട ചെയ്യുന്നത് ജെ ഡി വാൻസ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയറാണ്. ഇന്ത്യ പാകിസ്ഥാൻ അവരുടെ ഇഷ്യൂ ആണ്. ദർ ഈസ് നോ അമേരിക്കൻ ബിസിനസ്, അമേരിക്കയുടെ മാറ്റർ അല്ല. അപ്പം ആ രീതിയിൽ നിന്നപ്പം ഇന്ത്യയാണ് വലിച്ചഴിച്ച് സീസ് ഫയറിലോട്ട് കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് ടോക്സ് നടത്തിയത്. ആ പത്രം കോട്ട് ചെയ്യുന്ന ആരാ? അവർ കോട്ട് ചെയ്യുന്നത് സൗദി കിങ്ഡത്തെ ഇന്ത്യ വിളിക്കുന്നു, അതിനുശേഷം അമേരിക്കയെ വിളിക്കുന്നു, ടർക്കിയെ വിളിക്കുന്നു, സീസ് ഫയർ വേണം. പിന്നീട് പൂർണ്ണമായിട്ട് അമേരിക്കയെ തള്ളിക്കളഞ്ഞു. ഇവിടെയാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ഈ പോകുന്ന ഇന്ത്യ അമേരിക്ക റിലേഷൻ മുമ്പോട്ട് ഫർദർ എങ്ങനെ പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് അമേരിക്ക ഇന്ത്യയെ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ രീതിയിലേ ഉള്ളൂ. ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് തന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് പാകിസ്ഥാനിൽ നിന്ന് പോയ ഡെലിഗേറ്റ്സിനെ മീറ്റ് ചെയ്യുന്നു അവിടുത്തെ ഓഫീഷ്യൽസ്, സീനിയർ ആയിട്ടുള്ളവർ. അവരുമായിട്ട് ട്രേഡ് ചർച്ച നടത്തുന്നു, അവരുടെ ആവശ്യങ്ങളെപ്പറ്റി ചർച്ച എടുത്ത് സെറ്റിൽ ചെയ്യുന്നു. ഇന്ത്യക്കാർക്ക് കാണാൻ പോലും അവസരം കൊടുക്കില്ല. ഇതാണ് റിയാലിറ്റി. ഇതിനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക. അതായത് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഉദ്ദേശിക്കേണ്ടത് ലോകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. അത് പിന്നീട് നമ്മൾ നോക്കി കണ്ടാൽ മനസ്സിലാവും. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. ഇതൊക്കെ ചുമ്മാ അത് പറയുന്ന. ഇതാണ് ഞാൻ ഈ പറയുന്നത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് തീരുമാനിക്കുന്നത്. അവരേത് രീതിയിലുള്ള ഡിപ്ലോമസിയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു. അതിനെ അനുകൂലിച്ച് മാത്രമേ യൂറോപ്പിനും വെസ്റ്റേൺ രാജ്യങ്ങളും ലോകത്തിലെ അധികവും ജനാധിപത്യ രാജ്യങ്ങൾ പോകാറുള്ളൂ, ഇൻക്ലൂഡിങ് അറബ് രാജ്യങ്ങൾ. മോദിയുമായിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ ബന്ധം എന്തുമായിരുന്നു? ഏറ്റവും ദൃഢമല്ലായിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട്. എന്നിട്ടെന്താണ് ഈ അറബ് രാജ്യങ്ങൾ, അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ അവർ ടെററിസത്തിനെ എതിർത്തു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറുമായാലും പറഞ്ഞ എസ്കലേഷൻ, റിസ്ട്രെയിൻ ചെയ്യുക, അന്യോന്യം ഒതുങ്ങിക്കൂടുക, ഇതാണ് അവരും പറഞ്ഞത്. അതായത് സംഭവം വളരെ ക്ലിയറാണ്, സന്ദേശം വളരെ ക്ലിയറാണ്. ഇനി വരാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ അമേരിക്ക റിലേഷൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ സ്ഥാനം മനസ്സിലാക്കുക. കാരണം അമേരിക്കയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമൊന്നുമില്ല.
അവർ തന്നെയാണ് പലതും തീരുമാനിക്കുന്നത്. ഒറ്റ ഒരു ഇഷ്യൂവിൽ മനസ്സിലായി. അതായത് പാകിസ്ഥാന് ചാൻസ് കൊടുക്കുന്നു, ഇന്ത്യക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വലിയ വലിയ ബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടും, ഇൻക്ലൂഡിങ് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ഈ റഫേൽ വാങ്ങിയത്. അവർ പോലും നമ്മളെ തള്ളി ഒഴിഞ്ഞു മാറുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. അതായത് ജിയോ പൊളിറ്റിക്സ് ഡീപ്പായിട്ട് പഠിക്കുമ്പോഴേ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യയെ പൊതിഞ്ഞ് നിൽക്കുക, അത് ചുമ്മാതെ പറയുന്ന ഇതൊക്കെ വിടുപാത്രം അടിച്ചു വിടുന്നു. അല്ലാതെ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് മൂവ് ചെയ്ത് ഗെയിൻ ചെയ്യാൻ പറ്റും. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഓരോ രാജ്യങ്ങളുടെയും മുന്നോട്ട് പോക്ക്. ഇവിടെയാണ് ഇന്ത്യക്ക് കാര്യം. ശക്തമായ പാഠം കിട്ടിയിരിക്കുകയാണ്. ചെറിയ പാഠമല്ല, ശക്തമായ പാഠം. നിങ്ങൾ ഈ പറയുന്ന ഡെലിഗേഷൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇന്ത്യൻ മീഡിയ ഒക്കെ പറയുന്നത്, ഇതിനകത്ത് 90% ബ്ലഫാണ്. വെറും അടിച്ചുവിടുന്ന കഥകളും നരേറ്റീവ്സും മാത്രമാണ്. ഗ്രൗണ്ട് റിയാലിറ്റി അവിടുത്തെ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടികിട്ടും. അവരത് കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്തു. പിന്നെ എന്ത് അച്ചീവ്മെന്റിനാണ് ഇത് പോയത്? എന്തിനാണ് ഇവന്മാരുടെ കാലം പിടിക്കാൻ പോയത്? ഇന്ത്യ ആദ്യം ഇന്ത്യയുടെ സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കുക. അതിനെ ലോകരാജ്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഡിമാൻഡ് പറയാൻ പറ്റുള്ളൂ. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്. അല്ലാതെ ഈ രാജ്യങ്ങളെ പോയി അവരെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇന്ത്യക്കാരെ കൺവിൻസ് ചെയ്ത് നമ്മൾ ഒറ്റക്കെട്ടായിരുന്നത് നമ്മൾ പല രീതിയിലും മിലിറ്ററി ആണെങ്കിലും എക്കണോമി ആണെങ്കിലും ആ രീതിയിലുള്ള അച്ചീവ്മെൻ്റ് ഉണ്ടാക്കണം. അതായിരിക്കണം നമ്മുടെ സിനർജി, നമ്മുടെ സ്ട്രാറ്റജി.